ക്ഷേത്ര ദർശന വേളയിൽ പുരുഷന്മാർ ഷർട്ട് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഒരു ചോദ്യം പലരായി ചോദിച്ചിരിക്കുന്നു. ക്ഷേത്രദർശന സമയത്ത് ഷർട്ട് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയവും ആത്മീയവുമായ കാരണങ്ങളെന്ന് വ്യാഖ്യാനിച്ച് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ക്ഷേത്രദർശന സമയത്ത് ഷർട്ട് ഒഴിവായി പോയതിൻ്റെ കാരണം എന്നുള്ളതൊന്ന് നോക്കാം. ഏതൊരു ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ ദേശത്തെ ദേശാധിപനായ രാജാവ് എന്നുള്ള സങ്കല്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദേശത്ത് ഒരു ക്ഷേത്രമുണ്ട്, അവിടുത്തെ ദേവനെ ആ ദേശത്തിൻ്റെ മുഴുവൻ അധിപതിയായ ഭരണാധികാരി അഥവാ രാജാവ് എന്നുള്ള സങ്കല്പത്തിലാണ് വാസ്തവത്തിൽ പ്രതിഷ്ഠ നിർവഹിച്ചിരിക്കുന്നത്. ഒട്ടേറെ ദേശാധിപന്മാരായ ദേവന്മാരുടെ പേരുകളുടെ കൂടെ അപ്പൻ എന്ന് വരുന്നത് തന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ ദൃഷ്ടാന്തമാണ്. അപ്പോൾ നമ്മളുടെ ക്ഷേത്രത്തിൽ പൂജകളും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും തന്നെ അതിസൂക്ഷ്മമായി അവലോകനം ചെയ്താൽ പരമാധികാരിയായി ദേശാധിപതിയായി കുടികൊള്ളുന്ന ഒരു രാജാവിനെ, ഒരു ചക്രവർത്തിയെ ഒക്കെ എതിരേറ്റ് ആനയിച്ച് സ്വീകരിച്ച് വളരെ പരമോന്നതമായ രീതിയിൽ ആദരിക്കുന്നതിന് സമാനമായ ചടങ്ങുകളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ദേശാധിപനായ ഒരു രാജാവിൻ്റെ മുമ്പിൽ ആചരിക്കപ്പെടുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് മിക്കവാറും ഓരോ ക്ഷേത്രത്തിലും നിർവഹിച്ചു പോരുന്ന അധിക ആചാരങ്ങളും വരുന്നത്. ദേശാധിപനായ ഒരു രാജാവിൻ്റെ മുമ്പിൽ പണ്ട് പുരുഷന്മാർ എങ്ങനെയാണോ പ്രവേശിക്കേണ്ടത് അതിന് ഒരു ചിട്ടവട്ടമുണ്ട്. അതിലൊന്നാമത്തേത്, രാജഭരണകാലം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ കാലത്ത് ഇവിടെ ഷർട്ടെന്നൊരു വസ്ത്രം തന്നെ ഇല്ല. മേൽക്കുപ്പായമാണ് പലപ്പോഴും ഉള്ളത്. ഉന്നത അധികാരത്തിലുള്ള പടനായകൻ, മന്ത്രി അതുപോലുള്ള സ്ഥാനത്തുള്ളവർക്ക് അരയ്ക്ക് മുകളിലോട്ട് പ്രത്യേക രീതിയിൽ ചുറ്റിക്കെട്ടുന്ന ഒരു കുപ്പായമുണ്ട്. അതുപോലും ഒരു രാജാവിനെ സന്ദർശിക്കുമ്പോൾ അവർ ധരിക്കാറില്ല. പിന്നെ ഒരു രാജാവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ മന്ത്രിയോ പടനായകനോ പോലും അവരുടെ രണ്ടാം മുണ്ട്, തോളത്തുകൂടി ഇട്ടിരുന്ന ഉത്തരീയം അഥവാ രണ്ടാം മുണ്ട് അഴിച്ച് അരയിൽ കെട്ടിവെച്ച് ഓച്ഛാനിച്ച് നിൽക്കണം എന്നുള്ളതാണ്. അത് രാജാവിൻ്റെ മുമ്പിൽ നടത്തിപ്പോന്നിരുന്ന ഒരു ആചാരമാണ്. രാജാവിനോടുള്ള ബഹുമാന സൂചകമായി മേൽവസ്ത്രം ധരിക്കാതെ വിനയപൂർവം ശിരസ് കുനിച്ച് നിൽക്കുക എന്നത് ഒരു പ്രത്യേക രീതിയാണ് അന്നത്തെ. അതൊരു കാലഘട്ടത്തിൻ്റെ രീതിയായിട്ട് നമ്മൾ കരുതിയാൽ മതി. ദേശാധിപനായ രാജാവ് എന്നുള്ള സങ്കല്പത്തിൽ പ്രതിഷ്ഠകൾ നിലവിൽ വന്നപ്പോൾ ആ പ്രതിഷ്ഠയുടെ മുമ്പിലും സന്ദർശനം നടത്തുന്ന പുരുഷന്മാർ ഇതേ രീതിയിൽ സന്ദർശനം നടത്തണം എന്നൊരു ചിട്ടവട്ടം അന്ന് നിലവിൽ വന്നു. അന്ന് ഷർട്ട് എന്നൊരു വസ്ത്രം വാസ്തവത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഇതാണ് പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കാതെ, ഷർട്ട് ധരിക്കാതെ ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ള ഒരു ചിട്ട നിലവിൽ വരാനുള്ള കാരണം. ഇനി സ്ത്രീകൾക്ക് അത് ബാധകമാകാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ രാജാവിൻ്റെ മുമ്പിൽ സ്ത്രീകൾ സന്ദർശനം നടത്തുന്നത് വളരെ വളരെ ചുരുക്കമായിരുന്നു. രാജസ്ഥാനങ്ങളുമായി സമാനതയിലുള്ള, അതിന് തത്തുല്യതയിലുള്ള ഉന്നതനായ സ്ഥാനത്തുള്ള
സ്ത്രീകൾ മാത്രമേ വളരെ വളരെ അത്യപൂർവമായിട്ട് രാജസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്താറുള്ളൂ. അവർക്ക് അതിൻ്റേതായ ബഹുമതിയോടുകൂടി തന്നെ സന്ദർശനം നടത്താനുള്ള ഒരു അനുവാദം പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ പുരുഷന്മാർ ഷർട്ട് ധരിക്കാതെ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഉള്ള ഒരു ചിട്ട വരുന്നതിൻ്റെ കാരണം ദേശാധിപനായ രാജാവിൻ്റെ മുമ്പിൽ ആ നാട്ടിലെ പുരുഷന്മാർ സന്ദർശനം നടത്തുകയും രാജാവിനെ കണ്ട് ആവലാതി ബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ചെല്ലണമോ അതേ ചിട്ടയിൽ തന്നെയാണ് ഈ ഒരു സംവിധാനവും സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് മാത്രമാണ്.